ഇനി അങ്ങോട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. CPM-നെ വെള്ളപൂശുന്ന ഈ പരിപാടി ഇനി അവസാനിപ്പിച്ചേ പറ്റൂ. ചെന്നിത്തലയോടൊപ്പം അണികൾ കൂടി നിരനിരയായി അണിനിരന്നപ്പോൾ മൈക്കും ക്യാമറയും കൊണ്ട് ഓടേണ്ടി വരികയാണ് CPM-ന്റെ മാധ്യമ ഗുണ്ടാപ്പടകൾക്ക്. ഒരു മൈക്കും ക്യാമറയും ഉണ്ടായാൽ പിന്നെ അധികാരം കൈയാളുന്നത് തങ്ങളാണ്, തങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന ധാരണയാണ് ചില മുൻനിര മാധ്യമങ്ങൾക്ക്. ഇനി മറ്റൊരു സത്യം എന്താണ് എന്ന് വെച്ചാൽ, ഈ ചാനലുകൾ മുൻനിരയിലാകുന്നത് പോലും മറ്റൊരു തട്ടിപ്പിന്റെ ബലത്തിലാണ് എന്ന് പ്രേക്ഷകർ എന്ന് അവർ സ്നേഹത്തോടെ വിളിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. മാങ്കൂട്ടം വിഷയത്തിൽ കേരള പോലീസ് നാറി നാണം കെടുമ്പോൾ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് തല കുനിച്ചു നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പക്ഷേ ഒരു വാക്ക് പോലും ഈ വിഷയത്തിൽ എന്നല്ല, സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പോലും മുഖ്യൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്പലം വിഴുങ്ങുകൾ കടക്കു പുറത്ത് എന്ന അതിശക്തമായ ക്യാമ്പയിനുമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ കളം നിറയുകയാണ്. പക്ഷേ അപ്പോഴും ചെന്നിത്തലയോട് ഈ പറഞ്ഞ കൈരളിക്കും റിപ്പോർട്ടറിനും ന്യൂസ് മലയാളത്തിനും ഒക്കെ ചോദിക്കാൻ ആകെ ഒരു ചോദ്യമേ ഉള്ളൂ: മാങ്കൂട്ടത്തെ പുറത്താക്കുമോ? മാങ്കൂട്ടത്തെ നിങ്ങൾ ഒളിപ്പിച്ചില്ലേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ചോദ്യം തന്നെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കോൺഗ്രസ് അണിനിരയിൽ നിരാശയ്ക്കും ആ നിരാശ പൊട്ടിത്തെറിയിലേക്കും നയിക്കും. അതാണ് ഇന്ന് പാലക്കാട് വെച്ച് കാണാൻ സാധിച്ചത്. ചെന്നിത്തലയെ ഒരിഞ്ച് അനങ്ങാൻ വിടാതെ ചോദിച്ച ചോദ്യങ്ങളിൽ കുത്തിത്തിരിപ്പ് ചേർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നത്. അവിടെയാണ് അടിപൊട്ടിയത്. ആ രംഗങ്ങൾ രണ്ടും നമുക്കൊന്ന് കണ്ടു നോക്കാം. രാഹുൽ മാക്കൂട്ടത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ പാർട്ടി ഒരു പരാതിയോ ആരുടെയെങ്കിലും ഒരു കംപ്ലൈന്റോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ്. സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ, കേസുകൾ CPM-ൽ വന്നപ്പോഴൊക്കെ CPM ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെമായി ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ്. കോടതി ഇന്ന് വിധി പറയുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. പുതിയൊരു പരാതി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. CPM സമാന സ്വഭാവമുള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ്. അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കോടതി നിഷേധിക്കുകയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ? അല്ല, നിഷേധിച്ചോ? അല്ല, നിഷേധിച്ചാൽ പുതിയതായി വന്ന പരാതി എങ്ങനെയാണ് കാണുന്നത്? അതായത് പുതുതായി വന്ന പരാതി നേതൃത്വത്തിന് ഉൾപ്പെടെ നൽകിയിരിക്കുകയാണല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് നേതൃത്വം അപ്പം തന്നെ KPCC പ്രസിഡന്റ് ആ പരാതി DGPക്ക് അയച്ചു. വളരെ ഗൗരവം. അതാണ് അതിൻ്റെ ഏറ്റവും നടപടിക്രമം. അതാണ് ഇത്തരമൊരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ അല്ലെ അറിയിക്കണോ എന്നുള്ളതാണ് നിയമം. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പെൺകുട്ടി പരാതി നൽകുന്നത് സ്വാഭാവികമായി ഇപ്പോഴും സസ്പെൻഷനിൽ മാത്രമാണ്. പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത്തരം നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഓടിയില്ലേ? ചോദ്യമില്ല. ആരുടെ ചോദ്യമുണ്ട്? എവിടെ ചോദ്യമുണ്ട്?
ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ? CPM-ലുള്ള എത്ര MLA-മാരുടെ പേര് ഇത്രയും കേസുകളുണ്ട്? എന്തെങ്കിലും നടപടിയുണ്ടോ? പാർട്ടി കോടതിയല്ലേ അന്വേഷിച്ചത്? തീവ്രത അളക്കുകയല്ലേ ചെയ്തത്? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുള്ള ആർജവം ഞങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിലെന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ. കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. മുരളീധരൻ അടക്കം പറഞ്ഞത് പുകഞ്ഞ പുള്ളി പുറത്തേക്ക് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി പരാതികൾ KPCCക്ക് മുൻപിൽ ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല. K. സുധാകരൻ പ്രസിഡന്റായ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ശരി, ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി നൈന എന്ന് പറഞ്ഞൊരു യൂത്ത്, ഈ രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈന എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാമർശമുണ്ട്. അപ്പം ഈ ഫെനി നൈന നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നടപടി ഫെനി നൈനാനെതിരെയും വേണ്ടേ? രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയതും എനിക്കറിയില്ല ആരാ ഫെന്നിയൊന്നോ എനിക്കറിയില്ല. അതൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റുമോ? 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം? അപ്പൊ അത് നോക്കട്ടെ, പരിശോധിക്കുമല്ലോ. അല്ല, നിങ്ങൾ ഇപ്പോൾ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതി തീരുമാനം വരട്ടെ. കോടതി എന്ത് പറഞ്ഞത് കൊണ്ട് ഇന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയുമ്പോ അത് എനിക്ക് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തെ പറയാൻ കഴിയുള്ളൂ. എനിക്ക് ആ കാര്യം ആ നിലയിലല്ല എനിക്ക് പറയാൻ പറ്റും. കോടതി പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്നില്ലേ? രാഹുലിനെതിരെ ഇങ്ങനെ പരാതികൾ വരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്ന ഒരു ഘടകം. കോൺഗ്രസ് ആണ് രാഹുലിനെ MLA ആക്കിയത്. ഇപ്പോൾ ആ MLA-ക്ക് മേൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതി വരികയാണ്. അല്ല, പാർട്ടി അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്. പാർട്ടി അതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കില്ല. അവരുടെ പേര് നടപടി സ്വീകരിച്ചത് അതുകൊണ്ടാണ്. കളി വേണ്ട
ഐക്യജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് സംയുക്ത ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ പ്രദേശ നേതാവ്